നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വൈദികൻ പീഡിപ്പിച്ച് ഗർഭിണിയായി പ്രസവിച്ച 16-കാരി തെറ്റുകാരിയാണെന്നും ദൈവത്തിന് മുന്നിൽ ആദ്യം കുറ്റമേറ്റു പറയേണ്ടി വരിക പെൺകുട്ടിയാകുമെന്നും സൺഡേ ഷാലോ എഡിറ്ററുടെ പേരിൽ വന്ന വൈദികന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ എന്ന ലേഖനത്തിലാണ് ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നത്. കൊട്ടിയൂരിൽ നടന്ന സംഭവം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. തെറ്റ് ചെയ്ത വൈദികന് അതിന്റെ ശിക്ഷ ലഭിക്കുക തന്നെ വേണം എന്ന രീതിയിൽ തുടങ്ങുന്ന ലേഖനത്തിന്റെ സ്വരം താഴേക്കെത്തുമ്പോൾ മാറുന്നു. പെൺകുട്ടിയെ പരാമർശിക്കുന്ന ഭാഗം എത്തുമ്പോഴാണ് ക്രൂരമായ പരാമർശങ്ങൾ കടന്നുവരുന്നത്. ഇവിടെ തെറ്റിൽ പങ്കുകാരിയായ കുട്ടിയുടെ പ്രായം 15-ന് മുകളിലാണ്. എന്റെ മകളുടെ സ്ഥാനത്ത് ആ കുട്ടിയെ കണ്ട് പറയുകയാണ്, മോളെ, നിനക്കും തെറ്റുപറ്റി. നാളെ ദൈവത്തിന്റെ മുൻപിൽ നീയായിരിക്കും ആദ്യം കുറ്റം ഏറ്റുപറയേണ്ടി വരിക. ഒരു വൈദികൻ ആരാണെന്ന് എന്തുകൊണ്ട് നീ മറന്നു എന്ന് ലേഖനത്തിൽ ചോദിക്കുന്നു. ഒരു വൈദികന്റെ വിശുദ്ധിയുടെ വില ഈശോ മിശിഹായുടെ തിരുഹൃദയത്തോളം അമൂല്യമാണെന്ന് എന്തുകൊണ്ട് നീ അറിഞ്ഞില്ല? വൈദികനും ജഡിക ശരീരമുള്ള വ്യക്തിയാണ്. പ്രലോഭനങ്ങൾ സംഭവിക്കും. വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച നീ സ്നേഹത്തോടെയോ കർക്കശമായോ ആ വൈദികനെ നിനക്ക് തിരുത്തിക്കൂടായിരുന്നു. ഒരിക്കലും നിന്നോട് സഹതാപമില്ല. പ്രാർത്ഥിക്കുന്നുവെന്നും ലേഖനം പറയുന്നു. ഈശോയുടെ ത്യാഗപൂരിതമായ പൗരോഹിത്യം കല്ലെറിയാൻ വിട്ടുകൊടുക്കാതെ കത്തോലിക്ക തിരുസഭയുടെ പുണ്യമായ വൈദിക ബ്രഹ്മചര്യത്തെ പിച്ചു ചീന്താൻ സമ്മതിക്കാതെ കുംഭസാരം ഉൾപ്പെടെയുള്ള കൂദാശകളെ ആക്ഷേപ ചർച്ചയ്ക്ക് വലിച്ചെറിയാതെ നമ്മുടെ നിയോഗങ്ങളെ ശുദ്ധീകരിക്കാം എന്ന് വൈദികരെ വളരെ മയപ്പെടുത്തി ഉപദേശിക്കുന്നുമുണ്ട് ലേഖനത്തിൽ. ലേഖനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ലേഖനം ചർച്ചയായി കഴിഞ്ഞു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നു. വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നതോടെ ലേഖനത്തിന്റെ വിവിധ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.